ശിക്ഷയുടെ കാലാവധി തീർന്നോ താമോ? തീർന്നു. പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോകണം. ജയിൽ ജീവിതത്തിൽ റെക്കോർഡിട്ട SFIയുടെ സെക്രട്ടറി ആർഷോ ഭീഷണിയുമായി രംഗത്ത് വന്നത്. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും പ്രവേശിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നിലയിലായിരിക്കും SFIയുടെ സമരം. അപ്പൊ തല്ലു നടത്താൻ പോവുകയാണ്. അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. PM ആർഷോയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? എന്തൊക്കെ ബഹളമായിരുന്നു. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും പ്രവേശിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നിലയിലായിരിക്കും SFIയുടെ സമരം. കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ വരുന്ന ദിവസങ്ങളിൽ SFI കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിനകത്ത് തർക്കമില്ല. ഒരക്ഷരം പോലും തെറ്റിയില്ല. കൊണ്ടുപോകുമെന്നതിനകത്ത് തർക്കമില്ല. കണ്ടോ കൊണ്ടുപോകുമെന്നതിനകത്ത് തർക്കമില്ല. കേരളത്തിലെ ഒരു കാമ്പസിലും ഗവർണറെ കാലുകുത്തിക്കില്ല എന്നായിരുന്നു ഭീഷണി. പക്ഷെ ഗവർണർ അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചു. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല, കാമ്പസിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും പ്രവേശിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നിലയിലായിരിക്കും SFIയുടെ സമരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് പ്രവേശിക്കുകയാണ്. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. അതിനിടയിൽ ജയിൽ ജീവിതത്തിൽ റെക്കോർഡിട്ട SFIയുടെ സെക്രട്ടറി ആർഷോ ഈ മുതലിനെ ഞങ്ങളെ കൊണ്ടുപോകുക.